വളരെ മോശമായ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഗീബത്ത് പറയുക അഥവാ പരദൂഷണം പറയുക എന്നുള്ളത്. ഗീബ എന്നാണ് അറബിയിൽ പരദൂഷണത്തിന് പറയുന്നത്. ഗൈബ് എന്ന വാക്കിൽ നിന്ന് വന്നത് തന്നെയാണത്. ഗൈബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അഥവാ ഒരാളുടെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് യഥാർത്ഥത്തിൽ ഗീബത്ത്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നിർവചനപ്രകാരം ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ പോലും അയാൾക്കിഷ്ടമില്ലാത്ത, മറ്റൊരാൾ അറിയാൻ അയാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് പോലും ഗീബത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗീബത്ത് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും ഖബറിലും മഹ്ശറിലും ധാരാളം പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ്. അതേപോലെ തന്നെ വൻ പാപങ്ങളിൽപ്പെട്ടതാണ് ഗീബത്ത് എന്ന് അഥവാ പരദൂഷണം പറയൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അത്തദറൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് അഥവാ പരദൂഷണം പറയുക എന്നത് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെക്കുറിച്ച് നീ പരാമർശിക്കലാണ്, അവനെ സംബന്ധിച്ച് നീ പറയലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ, ഒരു സഹോദരിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത, മറ്റുള്ളവർ അറിയാൻ അവർ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അത് നമ്മൾ പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഖീല അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഉള്ളതാണ് പറയുന്നതെങ്കിലോ. കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുക എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യം. അതുകൊണ്ടാണ് സ്വഹാബത്ത് അത് ചോദിച്ചു ഉറപ്പുവരുത്തിയത്, എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ, ആ കുഴപ്പം ഉണ്ടെങ്കിലോ, അത് പറയുന്നത് അനുവദിക്കപ്പെട്ടതാണോ, അത് ഗീബത്താണോ? ഇതാണ് അവരുടെ ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമാക്കി മറുപടി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു, നിന്റെ സഹോദരനെക്കുറിച്ച് നീ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, എന്നാൽ നീ പറഞ്ഞത് അവനിൽ ഇല്ലെങ്കിലോ, നീ അവനെക്കുറിച്ചൊരു കളവ് പറഞ്ഞു എന്നേ പറയുകയുള്ളൂ. അപ്പോൾ ഉള്ള കാര്യം പറയുന്നതിന് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപരൻ്റെ ദൂഷ്യം പറയലാണ് പരദൂഷണം. അപ്പോൾ പലരും ധരിച്ചിട്ടുള്ളത് ഒരാളുടെ ദുസ്വഭാവം അയാളിൽ ഉണ്ടെങ്കിൽ നമുക്കത് പറയാമെന്നാണ്. പാടില്ല സഹോദരങ്ങളെ. മറിച്ച് ആ വ്യക്തിയിൽ ആ തിന്മയോ ആ കുഴപ്പമോ ആ പ്രശ്നമോ ഉണ്ടെങ്കിൽ പോലും അത് മറ്റൊരാൾ അറിയാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുക എന്നത് തന്നെയാണ് ഗീബത്ത്. അത് വളരെ ഗുരുതരമായ പാപമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഗീബത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ ഹുജുറാത്തിലെ 12-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ഗീബത്ത്, പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന്, ആ മയ്യത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളെല്ലാവരും അത് വെറുക്കുന്നു. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുക എന്നുള്ളത് എത്രമാത്രം മോശമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരും അത് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ അതുപോലെയാണ് നിങ്ങളുടെ ഒരു സഹോദരൻ്റെ പ്രശ്നം, അത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളത് അയാളുടെ മാംസം തിന്നുന്നതിനു തുല്യമാണ്. അതും മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, വത്തഖുല്ലാ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം.
എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. ആരെങ്കിലും അങ്ങനെ തൻ്റെ സഹോദരനെ സംബന്ധിച്ച്, സഹോദരിയെ സംബന്ധിച്ച് ഈ നിലക്കുള്ള ഗീബത്ത്, പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൗബ ചെയ്യട്ടെ. ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും മറ്റൊരാളുടെ ദൂഷ്യം പറയരുത്, പരദൂഷണം പറയരുത്, ഗീബത്ത് പറയരുത്. അത് മരിച്ചു കിടക്കുമ്പോൾ ഒരാളുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന ജുലൂസൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫഖാമ റജുലുൻ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയി, ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി. ഫവഖാ ഫീഹി റജുലുൻ മിൻ ബഅദിഹി, ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ അയാളെക്കുറിച്ച് മറ്റൊരാൾ പറയാൻ തുടങ്ങി. സാധാരണ അങ്ങനെയാണ്, നമ്മൾ ഒരുമിച്ച് കൂടി ഇരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യും. എന്നാൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അപ്പോൾ അയാളുടെ അഭാവം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം തന്നെ പലപ്പോഴും അവർ ഉള്ള സദസ്സിൽ വെച്ച് ആളുകൾ പറയില്ല. ഗീബത്ത് പറയുന്ന ആളുകൾ പൊതുവെ ഭീരുക്കളാണ്. മറിച്ച് അവരില്ലാത്തപ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുക. അങ്ങനെ ഗീബത്ത് പറയുന്നതിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വ്യക്തിയോട് പറഞ്ഞു, തഖല്ലൽ, നീ പോയി നിൻ്റെ വായ വൃത്തിയാക്ക്, പല്ലുകൾ വൃത്തിയാക്ക്. ഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വമാ തഖല്ലലു യാ റസൂലല്ലാഹ് അകൽതു ലഹ്മ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ മാംസമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. സാധാരണ നിലക്ക് മാംസം കഴിച്ചാൽ വായയിൽ പല്ലുകൾക്കിടയിലൊക്കെ അതിൻ്റെ ഭാഗങ്ങളുണ്ടാകും. ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വായ വൃത്തിയാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക അകൽത ലഹ്മ അഖീക്, നിൻ്റെ സഹോദരൻ്റെ മാംസം നീ കഴിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നീ ഗീബത്ത് പറഞ്ഞു, അത് സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരിക്കലും ഒരാളുടെ ദൂഷ്യം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. അതിനാണ് ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഒരാളും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യൻ അഭിമാനിയാണ്. തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ എന്ത് തന്നെ തെറ്റ് ചെയ്ത വ്യക്തിയാകട്ടെ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ വ്യക്തിയുടെ അവകാശമാണ്. എത്രത്തോളമാണ് മറ്റൊരാളുടെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭത്തിൽ ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഇതേതാണ് ദിവസം? അവർ പറഞ്ഞു, ഹജ്ജിൻ്റെ ദിവസമാണ്, ഹജ്ജിൻ്റെ മാസമാണ്, പവിത്രമാക്കപ്പെട്ട അറഫയിലും ഹജ്ജിൻ്റെതായ പ്രദേശങ്ങളിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥലം പവിത്രമാണ്, ആ മാസം പവിത്രമാണ്, ആ ദിവസം പവിത്രമാണ്, എല്ലാം പവിത്രമാണ്. ഇത് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫ ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, അതേപോലെ തന്നെ വ അംവാലക്കും, നിങ്ങളുടെ ധനം, വ അറാദക്കും, നിങ്ങളുടെ അഭിമാനവും, ഏതൊരു വ്യക്തിയുടെയും മാന്യത, അഭിമാനം, അത് ബൈനക്കും ഹറാമുൻ, നിങ്ങൾക്കിടയിൽ അത് പവിത്രമാണ്. കഹുറുമത്തി യൗമിക്കും ഹാദ ഫീ ഷഹരിക്കും ഹാദ ഫീ ബലദിക്കും ഹാദ, അത് ഹറമിനെ പോലെ, അതേപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തെ പോലെ, അതേപോലെ തന്നെ ഹജ്ജിൻ്റെ ദിവസത്തെ പോലെ പവിത്രമാണ് ഒരാളുടെ അഭിമാനത്തിന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് മാസവും അതേപോലെ തന്നെ യൗമുൻ നഹർ ദുൽഹജ്ജ് 10ൻ്റെ ദിവസവും അതേപോലെ തന്നെ മക്ക എന്ന പ്രദേശവും ഹറമുമൊക്കെ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, എത്രമാത്രം പവിത്രമാണ്. അവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ മാസത്തിൽ, ആ ദിവസങ്ങളിൽ, ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് ആ സ്ഥലങ്ങളോടും ഈ മാസത്തോടുമൊക്കെയുള്ള നമ്മുടെ മനസ്സിലെ ആദരവും ബഹുമാനവുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വിശ്വാസിയുടെ രക്തം, അയാളുടെ ധനം, അയാളുടെ അഭിമാനവും ഈ പറയപ്പെട്ട പവിത്ര മാസത്തേക്കാളും പവിത്രമായ സ്ഥലത്തേക്കാളും മഹത്വമേറിയതാണ്.
അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒരാളുടെ കുറ്റവും ഒരാളുടെ കുറവും അവർ സമൂഹത്തെ അറിയിക്കുകയോ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ആ സാഹോദര്യ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, എല്ലാ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്, ആ മുസ്ലിമിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്? പവിത്രമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു മുസ്ലിമും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ കാര്യത്തെയും പവിത്രതയോടുകൂടി കാണണം. ഒന്ന് ദമുഹു, അവരുടെ രക്തം, മറ്റൊന്ന് വമാലുഹു, അവരുടെ ധനം, മറ്റൊന്ന് വഇറുദുഹു, അവരുടെ അഭിമാനം. ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്താൻ പാടില്ല, അതിൽ കൈകടത്താൻ പാടില്ല. അതുകൊണ്ട് വളരെ വലിയ ദോഷങ്ങളാണ് ഇരുലോകത്തും ഉണ്ടാവുക എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്, ഗീബത്ത് പറയുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് ഗീബത്താവുകയുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗീബത്ത് എന്ന് പറയുന്നത് അത് നാവുകൊണ്ട് പറയണം എന്നുപോലുമില്ല, മറിച്ച് ഒരു ആക്ഷൻ കൊണ്ടോ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ ഉള്ള ആക്ഷനുകൾ കൊണ്ടുപോലും മറ്റൊരാളുടെ പോരായ്മയിലേക്ക് നമ്മൾ സൂചന നൽകിയാൽ അതുപോലും ഗീബത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ സഫിയ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അവർ നീളം കുറഞ്ഞവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കാണിക്കുകയുണ്ടായി. അത് കൈകൊണ്ട് കാണിച്ച ഒരു ആക്ഷനാണ്. അവർ നീളം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞത്, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹു, നീ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വാക്ക്, അവിടെ യഥാർത്ഥത്തിൽ വാക്ക് പറഞ്ഞിട്ടില്ല, ഒരു ആക്ഷൻ കാണിച്ചതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് സമുദ്രത്തിലെങ്ങാനും ലയിപ്പിച്ചിരുന്നെങ്കിൽ സമുദ്രം മുഴുവൻ മോശമായി തീരുമായിരുന്നു. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ആ വാക്ക് അതിനെ ഒരു വിഷമായി കാണുകയാണെങ്കിൽ അത് സമുദ്രത്തിൽ കലർത്തിയാൽ സമുദ്രത്തിൻ്റെ എല്ലാ ഗുണവും നഷ്ടപ്പെടുന്ന രൂപത്തിലായി പോകുമായിരുന്നു. അത്രക്കു മോശമാണ് ഒരാളെ സംബന്ധിച്ച് ചെറുതാക്കി കാണൽ, ചെറുതാക്കി പറയൽ, അവരെ ഏതെങ്കിലും നിലക്ക് പരിഹസിക്കൽ, അവരുടെ ഒരു ഐബ് പറയൽ, അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഐബ് പറയൽ, അത് അവരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ശരീരപ്രകൃതി, സമ്പത്ത്, സന്താനങ്ങൾ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയലും അപ്രകാരമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ മറ്റൊരാളെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ആക്ഷൻ എടുത്ത് അവരെ തന്നെ അനുകരിച്ചുകൊണ്ട് പറയുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരാളുടെയും ദൂഷ്യം അത് അയാളുടെ പ്രകൃതത്തിലുള്ളതാകട്ടെ അത് മറ്റുള്ളവരോട് പറയുക, അവർക്ക് കാണിച്ചു കൊടുക്കുക, അയാൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് പരാമർശിക്കുക എന്നുള്ളതൊക്കെ വളരെ വലിയ തെറ്റായിട്ടാണ്, പാപമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വാക്കുകൊണ്ട് പറയണമെന്നില്ല, കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ മുഖം കൊണ്ടോ ഉള്ള ആക്ഷനുകളിലൂടെ പോലും ഒരാളുടെ ന്യൂനതയെ പരാമർശിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഒട്ടകത്തിന് ഒരു രോഗമുണ്ടായി. അപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ എക്സ്ട്രാ മറ്റൊരു ഒട്ടകമുണ്ടായിരുന്നു. അത് അവർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതെന്താണ്? അന അഅതി തിൽക്കൽ യഹൂദിയ, ആ യഹൂദിയായ പെണ്ണിന് ഞാൻ കൊടുക്കുകയോ. അവർ യഹൂദ മതത്തിൽപ്പെട്ടവരായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപരൂപത്തിൽ പറഞ്ഞതാണ്. അവിടെ നമുക്കറിയാം യഹൂദ മതം എന്നുള്ളത് യഥാർത്ഥ ഇസ്ലാം മതത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ അവർ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഒരു മുസ്ലിമത്താണ്.
എന്നിരിക്കെ ആ പഴയത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ ഫഗദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിന് കോപമുണ്ടായി. വഹജറഹ ബഖിയ്യത ദിൽഹിജ്ജ വൽ മുഹറമി വസഫരിൻ വഅയ്യാമൻ മിൻ റബീഇൻ. ദുൽഹജ്ജ് മാസത്തിലെ ബാക്കി വരുന്ന ദിവസങ്ങളും മുഹറം മാസം, സഫർ മാസം, റബീഉൽ അവ്വലിലെ കുറഞ്ഞ ദിവസങ്ങളോളം സൈനബ് റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി നിർത്തി എന്നാണ്. ആ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചത് കാരണത്താൽ. നിങ്ങൾ നോക്കൂ, കാരണം മറ്റൊരാളെ അപമാനിക്കുക എന്നുള്ളത്, അയാളുടെ അഭിമാനത്തിൽ കൈകടത്തുക എന്നുള്ളത്, അവർക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ അവരെ പരാമർശിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. പലരും പല ആളുകളുടെയും നാടിൻ്റെ പേരിൽ, അവരുടെ ഭാഷയുടെ പേരിൽ, അത് ഏത് രാജ്യങ്ങളാകട്ടെ, അവർ ഇന്ന രാജ്യക്കാരനാണ് എന്ന് സൂചിപ്പിക്കുന്ന നാടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരുടെ ഒരു പോരായ്മ എന്നോണം അയാൾ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന പ്രദേശത്തുകാരനാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് എന്നിങ്ങനെ ഭാഷയുടെ പേരിൽ, നാടിൻ്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ചെറുതാക്കുന്നൊരു സ്വഭാവം നമ്മിലെല്ലാവരിലുമുണ്ട്. അത് തിന്മയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. എല്ലാ മനുഷ്യരും, ഏത് നാട്ടുകാരാകട്ടെ, ഏത് ഭാഷക്കാരാകട്ടെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ്. അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിരിക്കെ രാജ്യത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഓരോ നാട്ടിലെയും പ്രത്യേകമായ സംസ്കാരത്തിൻ്റെ പേരിലോ ഒക്കെ തന്നെ അവരെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. അത് വളരെ മോശമായൊരു സ്വഭാവവുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹുസുന്നയിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻ പറയുകയാണ്, അന്നഹും ദക്കറു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ. സഹാബികൾ നബിയുടെ അടുക്കൽ വെച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫഖാലു ലാ യഅകുലു ഹത്താ യുത്അം വലാ യർഹലു ഹത്താ യുർഹല ലഹു. ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താലല്ലാതെ, അല്ലെങ്കിൽ ആരെങ്കിലും തീറ്റിച്ചാലല്ലാതെ അയാൾ തിന്നുകയില്ല. ആരെങ്കിലും വാഹനത്തിൽ ഇരുത്തി കൊടുത്താലല്ലാതെ ആ വ്യക്തി യാത്ര ചെയ്യുകയില്ല എന്നിങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. സമാനമായ വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് പോലും, അല്ലെങ്കിൽ പുറത്തുള്ളവരെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, ആരെക്കുറിച്ചുമാകട്ടെ, അയൽവാസികളെക്കുറിച്ച്, ആ വ്യക്തിയുടെ ഏതെങ്കിലും നിലക്കുള്ള വ്യക്തിപരമായ പോരായ്മ, പ്രയാസം, പക്ഷെ അത് എടുത്തു പറയുക എന്നുള്ളത്, മറ്റുള്ളവരുടെ മുമ്പിൽ പരാമർശിക്കുക എന്നുള്ളത് ഗീബത്ത് പറയൽ തന്നെയാണ്. ഫഖാല ലഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞിട്ടുള്ളത്, ഇഗ്തബ്തുമൂഹ്, നിങ്ങൾ ആ വ്യക്തിയുടെ ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഫഖാലു ഇന്നമാ ഹദ്ദസ്നാ ബിമാ ഫീഹ്, ആ വ്യക്തിയിലുള്ള കാര്യമാണ് നബിയെ ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക ഇദാ ദക്കർത അഖാക ബിമാ ഫീഹ്, നിൻ്റെ സഹോദരനിൽ ഉള്ള കാര്യം നീ പറഞ്ഞാൽ തന്നെ ഗീബത്തിനത് മതിയായതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗീബത്ത് എന്ന് പറയുന്ന ഈ വളരെ മോശമായ ഈ ഒരു പ്രവർത്തനം സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് ഏറ്റവും നല്ല സ്വഭാവത്തിന്, സൽസ്വഭാവത്തിന് എതിരാണ്. ഇസ്ലാം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. അതിന് വിപരീതമായി നിലകൊള്ളുന്ന കടുത്ത തിന്മയാണ് പരദൂഷണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി നമുക്ക് ഗീബത്തിൻ്റെ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, നാവുകൊണ്ട് മുസ്ലിമീങ്ങളാവുകയും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് വിഷയം? ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത്. ആ വീട്ടിൽ എന്താണ് നടക്കുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നിങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനും അത് അന്വേഷിക്കാനും പലർക്കും താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹൃദയത്തിൽ ഈമാൻ ഇറങ്ങിയ ആളുകൾ അങ്ങനെ ചെയ്യരുത്. അത്തരം ആളുകൾ നാവുകൊണ്ട് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു മൻ ഇത്തബഅ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറതഹു,
നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യത്തിൻ്റെ പിന്നാലെ കൂടിയാൽ നിങ്ങളുടെ രഹസ്യത്തിൻ്റെ പിന്നാലെ അള്ളാഹു നിങ്ങളുടെ കൂടെ കൂടും. വമൻ യത്തബിഇല്ലാഹു ഔറതുഹു യഫ്ളഹു ഫീ ബൈതി. ആരുടെയെങ്കിലും ഔറത്തിൻ്റെ പിന്നാലെ അള്ളാഹു വന്നാൽ അവൻ വീട്ടിലടങ്ങിയിരുന്നാൽ പോലും അവിടെ വെച്ച് അള്ളാഹു അവനെ അപമാനിക്കും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. എന്നിട്ടത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ഗീബത്തും നമീമത്തും പറയുക. അങ്ങനെയുള്ളവരെ അള്ളാഹുവും അപമാനിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ-ആഖിറ. ഒരു മുസ്ലിമിൻ്റെ പോരായ്മ ആരെങ്കിലും മറച്ചുവെച്ചാൽ അവൻ്റെ പോരായ്മയെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും മറച്ചുവെക്കും. തെറ്റുകൾ സംഭവിക്കാത്തതാരാണ് സഹോദരങ്ങളെ? മനുഷ്യ മക്കൾക്കെല്ലാം അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും മറ്റൊരാളുടെ തെറ്റ് പറഞ്ഞുകൊണ്ട് അയാളെ അപമാനിക്കാൻ അർഹതയില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ തിന്മ അള്ളാഹുവും വെളിച്ചത്ത് കൊണ്ടുവരികയും അയാൾ വീട്ടിലടങ്ങിയിരുന്നാൽ പോലും ആ വ്യക്തി അള്ളാഹു അപമാനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം മറ്റൊരാളുടെ പരദൂഷണം പറഞ്ഞ് അയാളെ അപമാനിച്ചാൽ നാം സ്വയം അപമാനിതരായി തീരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും അള്ളാഹു അയാളുടെ അഭിമാനത്തെ ജനങ്ങൾക്കിടയിൽ നിശ്ചയമായും ആ വ്യക്തിയുടെ തിന്മയെ കൊണ്ടുവന്ന് അയാളെ അള്ളാഹുവും അപമാനിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബർസഖിൽ, ഖബറിൽ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ പോലും പരദൂഷണം പറയുന്ന, നമീമത്ത് പറയുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, രണ്ടാളുടെ ഖബറിൻ്റെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവർ രണ്ടുപേരും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, ബർസഖിൻ്റെ ലോകത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു? അമ്മ അഹദുഹുമ ഫകാന യസ്ആ ബിൻ നമീമ. നമീമത്തുമായി, അഥവാ ആളുകൾക്കിടയിൽ ഒരാളുടെ ദോഷ്യം മറ്റൊരു സ്ഥലത്ത് പോയി പറയുക, അവിടുത്തെ കാര്യം ഇവിടെ വന്ന് പറയുക, അങ്ങനെ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക. അതിനാണ് നമീമത്ത് എന്ന് പറയുന്നത്. മറ്റൊരു റിവായത്തിലുള്ളത് വമാ യുഅദ്ദബാനി ഇല്ലാ ഫിൽ ബൗലി വൽ ഗീബ. ഗീബത്ത് പറയുന്നവരായിരുന്നു, അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരാൾ മൂത്രമൊഴിച്ചാൽ മറ സ്വീകരിക്കുകയോ വൃത്തിയായി ശുദ്ധീകരിക്കുകയോ ചെയ്യാത്തത് കാരണത്താലും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗീബത്ത് കാരണത്താൽ നിശ്ചയം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാകുന്നു. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിഅ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച. എന്താണത്? ചില ആളുകൾ, അവർക്ക് ചെമ്പിൻ്റെ നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, മൂർച്ചയുള്ള നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? യഹ്മുഷൂന വുജൂഹും വസുദൂറഹും. അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളുമൊക്കെ അവർ മാന്തി കീറുകയാണ്, സ്വയം ശിക്ഷിക്കുകയാണ്. അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകപ്പെട്ട ഉത്തരം എന്താണ്? ഹഉലാ ഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം. ജനങ്ങളുടെ പച്ചമാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന, അതിലേക്ക് ഒരാളുടെ അഭിമാനത്തിൽ കയറി മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, പരദൂഷണം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാണ്. ഇരുമ്പിൻ്റെ അതല്ലെങ്കിൽ ചെമ്പിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവർ അവരുടെ ശരീരം, മുഖമെല്ലാം മാന്തിക്കീറുമെന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ചില ആളുകൾ വരും, ധാരാളം നമസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം ഉണ്ടാകും. പക്ഷേ ആ നന്മകളൊക്കെ അവർക്ക് നഷ്ടപ്പെടും. കാരണം പലരെയും അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ നന്മകളെല്ലാം അവർക്ക് കൊടുക്കപ്പെടും, അവരുടെ തിന്മകളെല്ലാം ഇവരിലേക്കും വരും. അങ്ങനെ സുമ്മ തുരിഹ ഫിന്നാർ, അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഒരു സ്ത്രീ തസൂമുൻ നഹാർ വ തഖൂമുൽ ലൈൽ, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നുണ്ട്, രാത്രി നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ വതുദി ജിറാനഹ ബിലിസാനിഹ, നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്, അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പ്രവാചകൻ പറഞ്ഞത് ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, പകൽ നോമ്പ് നോൽക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന ഒരു സ്ത്രീ, പക്ഷേ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലോകത്തും അപമാനിക്കപ്പെടും, ബർസഖിൽ കടുത്ത ശിക്ഷ, മഹ്ശറിലും ശിക്ഷ, നരകത്തിൽ പോകാനും കാരണമായി തീരുന്ന വമ്പിച്ച കുറ്റകൃത്യമാണ്
ഗീബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരദൂഷണം പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ പരദൂഷണം പറയരുത്. അതൊരു ആക്ഷൻ കൊണ്ടാണെങ്കിൽ പോലും പാടില്ലാത്തതാണ്. എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലും പാടില്ലാത്തതാണ്. അവിടെയാണ് നമ്മൾ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും അതിന് നമ്മളെ സഹായിക്കണം. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സൽക്കർമ്മങ്ങളുമൊക്കെ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഈ മഹത്തായ ഈ ഗൗരവമേറിയ ദൂഷ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. പലരും നമുക്ക് കാണാൻ സാധിക്കും വലിയ നമസ്കാരവും നോമ്പും കാര്യങ്ങളുമൊക്കെയാണ്, പക്ഷേ മറ്റൊരാളുടെ അഭിമാനത്തിന് ഒരു വിലയും നൽകാതെ, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, കൂട്ടുകാരാകട്ടെ, അയൽവാസികളാകട്ടെ, ആരുടെ വിഷയത്തിലും ഒരാളുടെ അഭിമാനത്തിന് ഒരു പ്രാധാന്യവും നൽകാതെ അത് പിച്ചി ചീന്തുകയും എല്ലാവരുടെ ദൂഷ്യങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ യാതൊരു മടിയും കൂടാതെ ഏത് സദസ്സിലും പറയുകയും ഏത് ആളുകളോടും പറയുകയും ചെയ്യുന്ന വളരെ മോശമായൊരവസ്ഥ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. അതിലൂടെയൊക്കെ സംഭവിക്കുന്നത് സ്വയം ഈ ദുനിയാവിൽ അപമാനിതരാവും എന്നതോടൊപ്പം തന്നെ ഖബറിലും പരലോകത്തും വമ്പിച്ച ശിക്ഷക്കത് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് വിഷയത്തെ ഗൗരവത്തോടു കൂടി കണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഈ ഒരു ഗൗരവമേറിയ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക.